എല്ലാവർക്കും നമസ്കാരം. വേദാവിത്ത് ഹരിയിലേക്ക് സ്വാഗതം. നമ്മൾ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഒരാഴ്ചത്തെ ഗുണദോഷ ഫലങ്ങളും പ്രത്യേകമായിട്ട് അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അവർ ചെയ്യേണ്ടതായ വഴിപാടുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അശ്വതിയും ഭരണിയും കാർത്തികക്കാലും ഉൾപ്പെടുന്ന മേടക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്ന ഒരാഴ്ചക്കാലം. എന്നാലും ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെ പ്രത്യേകം ശ്രദ്ധിക്കണം. ആയുധം, അഗ്നി എന്നിവയിൽ നിന്ന് പരിക്കുകളേൽക്കാനുള്ള സാധ്യത ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയുന്നുണ്ട്. സ്നേഹിക്കുന്നവർ തമ്മിൽ കലഹമുണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. പ്രേമബന്ധങ്ങളൊക്കെ അകന്നു പോകാനുള്ളൊരു യോഗങ്ങളൊക്കെ ഇല്ലെങ്കിൽ ആ ദോഷഫലങ്ങളായിട്ട് ഇവർക്ക് അനുഭവത്തിൽ വന്നേക്കാം. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്ന സാഹചര്യത്തിൽ നിന്നൊക്കെ ഈ നക്ഷത്രക്കാർ മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും അനുയോജ്യമായിട്ട് വരുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അനുഭവത്തിൽ വരും. അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളും സംജാതമാകും. പൊതുവെ ഇവരെ സംബന്ധിച്ച് ദോഷങ്ങൾ മാറാനായിട്ട് സമീപത്തുള്ള ദേവീക്ഷേത്രത്തിൽ നാരങ്ങാദീപം തെളിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കാർത്തികമുക്കാലും രോഹിണിയും മകയിരത്തരയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ട് നിൽക്കുന്ന തടസ്സങ്ങളൊക്കെ മാറുന്നതിന് അനുയോജ്യമായിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. ഉയർന്ന വിദ്യാഭ്യാസത്തിനുള്ള അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ ഇവർക്ക് സംജാതമാകും. ഗൃഹസ്ഥാനത്ത് നിൽക്കുന്ന സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മറികടക്കാനായിട്ടുള്ള സാഹചര്യങ്ങളും പുതിയ പുതിയ ആശയങ്ങളൊക്കെ ഇവരുടെ മനസ്സിലേക്ക് വരുന്നത് പ്രാവർത്തിക തലത്തിലേക്ക് എത്തിക്കാനുമൊക്കെ ഇവർക്ക് സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ നമുക്ക് തീർത്തെടുക്കാവുന്നതാണ്. ഇവരെ സംബന്ധിച്ച് ദേവീക്ഷേത്രത്തിൽ എല്ലാ വെള്ളിയാഴ്ചയും പോയി ശ്രീസൂക്ത മന്ത്രപുഷ്പാന നടത്തുന്നത് സാമ്പത്തിക കാര്യങ്ങളുടെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉപകരിക്കുന്നതാണ്. മകരത്തിന, തിരുവാതിര, പുണർദത്തി മുക്കാൽ ഉൾപ്പെടുന്ന മിഥുനത്തെ കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിത ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരും. ദൂരദേശ യാത്രകളൊക്കെ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹ ബന്ധങ്ങൾക്ക് ഒരുങ്ങുന്നവരും പ്രത്യേകം ശ്രദ്ധിച്ച് വേണം പുതിയ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ധനനഷ്ടവും നമ്മുടെ വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ നഷ്ടപ്പെടാതിരിക്കാനും ചോരന്മാരുടെ, കള്ളന്മാരുടേതായ ശല്യം നമുക്ക് വന്നു ചേരാതിരിക്കാനും ഒക്കെ ഒന്ന് പ്രത്യേകം കരുതലോടെ മുന്നോട്ട് പോകേണ്ട ഒരു സമയമാണ് ഈ ഒരാഴ്ചക്കാലം എന്ന് പറയുന്നത്. നമുക്ക് ഏറെ പ്രതീക്ഷയോടുകൂടി നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ധനത്തിന് നഷ്ടത്തെ വന്നു ചേരാനുള്ള ഒരു യോഗം കാണിക്കുന്നത് കൊണ്ട് തന്നെ ആ വക കാര്യങ്ങളെല്ലാം പ്രത്യേകം ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. കുടുംബസ്ഥാനത്ത് കലഹങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാവാതിരിക്കാനും ഇവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹനുമാൻ സ്വാമിയെ തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് ബുധനാഴ്ച ദിവസം വെറ്റിലമാല സമർപ്പിക്കുന്നത് ഈ ദോഷങ്ങളെല്ലാം അകറ്റുന്നതിനായിട്ട് ഉപകരിക്കുന്നതാണ്. പുണർദത്തിക്കാലും പൂയവും ആയില്യവും ഉൾപ്പെടുന്ന കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരാഴ്ചക്കാലവും ഈ വരുന്ന ഒരാഴ്ചക്കാലവും ഏറെ ശാരീരിക അധ്വാനം വേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ കലഹം ഉണ്ടാവാതിരിക്കാനും ഇവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾക്കാരുമായിട്ട് ദൂരദേശ യാത്രകളൊക്കെ ചെയ്യാനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന പുതിയ കൂട്ടുകെട്ടുകളൊക്കെ നമുക്ക് ഏറെ നേട്ടങ്ങളൊക്കെ നൽകുന്നതാണ്. നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വ്യാപാര വ്യവസായ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ അപ്രതീക്ഷിതമായ ചില നഷ്ടങ്ങളൊക്കെ വരുമെങ്കിൽ തന്നെയും അവരെ സംബന്ധിച്ച് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ മനസ്സിൻ്റെ ക്ലേശം മാറിക്കൊണ്ട് മനസ്സന്തോഷത്തോടുകൂടി പ്രാവർത്തിക തലത്തിലേക്ക് വരുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം അവർക്ക് സംജാതമാകുന്നതാണ്. അവരെ സംബന്ധിച്ച് ഏറെ പ്രധാനമായിട്ട് നടത്തേണ്ടത് വാക്കുകൾ കൊണ്ടുള്ള പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിനു വേണ്ടിയിട്ട് സുബ്രഹ്മണ്യ സ്വാമിക്ക് ചൊവ്വാഴ്ച ദിവസം പോയി സംവാദ സൂക്ത മന്ത്രപുഷ്പാന നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മകം, പൂരം, ഉത്രത്തിക്കാലം ഉൾപ്പെടുന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ഇവർ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഹൃദയ സംബന്ധമോ ഉദര സംബന്ധമോ മൂത്രാശയ സംബന്ധമായി വരുന്ന അസുഖങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ക്ലേശകരമായേക്കാം. ആശുപത്രിവാസവും സർജറിയൊക്കെ വേണ്ടി വരുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ സംജാതമാകാം. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങൾ ഇവർ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. കൂടുതലും ഭക്ഷണ നിയന്ത്രണം ജീവിതത്തിൽ കൊണ്ടുവരാനും വ്യായാമം ജീവിതത്തിൽ കൊണ്ടുവരാനും ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ് ഈ നക്ഷത്രക്കാർക്ക്. അതുപോലെ തന്നെ എല്ലാ കാര്യത്തിനും ഒരു സാമ്പത്തിക അച്ചടക്കവും മറ്റുള്ളവരോടൊക്കെ സംസാരിക്കുന്ന കാര്യത്തിൽ ഒരു മിതത്വം പാലിക്കാനും ഒക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ കാര്യങ്ങളും സ്വമേധയെ ഏറ്റെടുക്കുന്ന സ്വഭാവ രീതി ഇവർക്ക് പറയുന്നുണ്ട്. അതിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്ന് നമ്മുടെ ജീവിതത്തിന് ക്ലേശമാകുന്ന കാര്യങ്ങളോ ഇല്ലെങ്കിൽ നമുക്ക് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊക്കെ തലയിടുന്ന സ്വഭാവം ഇവരൊന്ന് മാറ്റിവെക്കുന്നതായിരിക്കും ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും ഉത്തമമായിട്ട് വരിക. അതിനുവേണ്ടി ഇവർ വ്യാഴാഴ്ച ദിവസം വ്രതം എടുത്തുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് തുളസിമാല സമർപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രത്തിമുക്കാലും അത്തവും ചിത്തിരത്തരയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാരെ സംബന്ധിച്ച്
പൊതുവെ ഏറെ ഈശ്വരാധീനമൊക്കെ ഉള്ള ഒരു സമയമാണ്. എങ്കിൽ തന്നെയും തൊഴിൽ സ്ഥാനത്ത്, തൊഴിൽ നേതൃത്വ സ്ഥാനത്ത് അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെയോ നമ്മുടെ മേലധികാരികൾ എന്നൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾക്കൊക്കെ ഇട നൽകുന്ന ഒരു സാഹചര്യം സംജാതമായേക്കാം. ഏറെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവത്തിൽ വരാം. എന്നിരുന്നാൽ തന്നെയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പം ഈ ഒരാഴ്ചക്കാലം നിങ്ങൾക്ക് കൂടുതൽ ഗുണപരമായിട്ട് തന്നെ അനുഭവത്തിൽ വരും. കണ്ടകശനിയുടെ ഒരു സമയമായതുകൊണ്ട് തന്നെ മാനസിക ക്ലേശം കൂടി നിൽക്കും. സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ടുള്ള സാമ്പത്തിക ചെലവ് ഒഴിവാക്കാനും ശ്രമിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ചിത്തിരത്തിരയും ചോതിയും വിഷാദിക്കാൽ ഉൾപ്പെടുന്ന തുലാക്കൂറുകാരെ സംബന്ധിച്ച് പ്രമേഹ രോഗങ്ങളുള്ളവർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ശാരീരിക അസ്വസ്ഥത മൂലം നമുക്ക് തൊഴിൽ സ്ഥാനത്തു നിന്നൊക്കെ മാറി നിൽക്കേണ്ടതായ സാഹചര്യങ്ങളൊക്കെ സംജാതമായേക്കാം. അതുകൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിരുന്നാൽ തന്നെയും പൊതുവെ കുടുംബത്തിന് സമാധാന അന്തരീക്ഷം സംജാതമാകും. മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളൊക്കെ മാറി മാനസിക സന്തോഷത്തിനുള്ള സാഹചര്യങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം ഇവർക്ക് പറയുന്നുണ്ട്. ദൂരദേശ യാത്രകൾ ചെയ്യുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ജലവുമായി ബന്ധപ്പെട്ട് യാത്രകൾ ചെയ്യേണ്ടതായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒരു സമയമാണ്. അന്യദേശത്ത് തൊഴിലുകളിൽ ഏർപ്പെട്ട് നിൽക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവരുടെ ദോഷശാന്തിക്ക് വേണ്ടിയിട്ട് ശനിയാഴ്ച ദിവസം മഹാദേവന് മൃത്യുഞ്ജയ മന്ത്ര പുഷ്പാലയും ജലധാരയും നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. വിഷാദിക്കാലും അനിഴവും തൃക്കേട്ടയും ഉൾപ്പെടുന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ്. വിവാഹ തടസ്സങ്ങളൊക്കെ മാറി ഉത്തമമായ ജീവിത പങ്കാളിയെ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ സംജാതമാകും. എന്നിരുന്നാൽ തന്നെ ജീവിതത്തിൽ കൂടുതൽ ഒറ്റപ്പെട്ടതായിട്ടുള്ള ഒരു അവസ്ഥ ഈ ഒരാഴ്ചക്കാലം നമുക്ക് അനുഭവത്തിൽ വന്നേക്കാം. അത് ഏറെ മാനസികമായ ബുദ്ധിമുട്ടുകളൊക്കെ ഇട നൽകും. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് പലപ്പോഴും തിരിച്ചു കിട്ടുന്ന ഫലം നെഗറ്റീവായിരിക്കുന്നത് നമുക്ക് ഏറെ ബുദ്ധിമുട്ടുകൾക്ക് ഇട നൽകുന്നതാണ്. സാമ്പത്തിക കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള ടെൻഷനും നമുക്ക് ഈ ഒരാഴ്ചക്കാലം ജീവിതത്തിൽ വളരെ നന്നായിട്ട് ബാധിച്ചേക്കാവുന്ന ഒരു കാര്യമാണ്. ഇരുചക്ര വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. വ്യാഴം രാശി മാറാൻ പോകുന്ന സമയവും കൂടി ആയതുകൊണ്ട് ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതാണ്. ഇവരെ സംബന്ധിച്ച് ദോഷങ്ങളൊക്കെ മാറി ഗുണഫലത്തിന് വേണ്ടിയിട്ട് വ്യാഴാഴ്ച ദിവസം ശ്രീകൃഷ്ണന് പാൽപ്പായസം നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. മൂലം, പൂരാടം, ഉത്രാടത്തിക്കാലം ഉൾപ്പെടുന്ന ധനുക്കൂറുകാരെ സംബന്ധിച്ച് വസ്ത്ര വ്യാപാര രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കൊക്കെ ഏറെ നേട്ടങ്ങളുണ്ടാകുന്ന ഒരു സമയമാണ്. ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർ അനുയോജ്യമായ മേഖല മാത്രം തിരഞ്ഞെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. വീട്ടുകാരുടെയോ സ്വജനങ്ങളുടെയോ നിർബന്ധത്തിന് വഴങ്ങി എടുക്കുന്ന വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ ശോഭിക്കാതെ വരും. അതുകൊണ്ട് തന്നെ പുനർവിദ്യാഭ്യാസം ചെയ്യുന്നവർ, ഉപരിവിദ്യാഭ്യാസം ചെയ്യുന്നവർക്കൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം അവരുടേതായ മേഖലകൾ തിരഞ്ഞെടുക്കാൻ. ജാതകത്തിൽ വിശ്വാസമുള്ളവർ ജാതക വിശകലനം ചെയ്തുകൊണ്ട് നമുക്ക് അനുയോജ്യമായ മേഖല ഏതെന്ന് കണ്ടെത്തി തിരഞ്ഞെടുക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഈശ്വര വിശ്വാസവും പ്രാർത്ഥനയും ജീവിതത്തിൽ പ്രാവർത്തികതലത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഈശ്വര ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നതായ ഒരു സാഹചര്യങ്ങളൊക്കെ ഇവരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട്. അതൊന്ന് മാറ്റി വയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. കൂടുതലും ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചെയ്യുക. വെള്ളിയാഴ്ച ദിവസം ഗണപതി ഹോമം നടത്തി പ്രാർത്ഥിക്കുന്നതും ഗണപതി ഭഗവാനെ മുക്കുറ്റി സമർപ്പിക്കുന്നവർക്ക് ഇവരുടെ ജീവിതത്തിൽ ഏറെ പ്രയോജനം നൽകുന്നതാണ്. അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ സാമഗ്രികളുമായി ബന്ധപ്പെട്ട് ബിസിനസ്സുകളിലേക്ക് ഏർപ്പെടുന്നവർ പ്രത്യേകം ശ്രദ്ധിച്ചു വേണം ബിസിനസ് രംഗത്തെ കൈകാര്യം ചെയ്യാൻ. വളരെ നന്നായിട്ട് കൊണ്ടുപോകുന്ന ബിസിനസ് മേഖല പെട്ടെന്ന് തകർച്ചയിലേക്ക് എത്താനുള്ളൊരു യോഗം ഈ ഒരാഴ്ചക്കാരെ ഇവർക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിൽ മേഖലയെ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ടും പ്രാധാന്യം നൽകിക്കൊണ്ടും മുന്നോട്ട് പോവുക. അനാവശ്യമായ കൂട്ടുകെട്ടുകളും ലഹരിയുടെ ഉപയോഗവും കഴിയാവുന്നതും കുറയ്ക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. ഉത്രാടത്തി മുക്കാലും തിരുവോണം, അവിട്ടത്തര ഉൾപ്പെടുന്ന മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ദിവസങ്ങളായിരിക്കും വരാൻ പോകുന്നത്. ഗൃഹാന്തരീക്ഷം സമാധാനപൂർണ്ണമായിരിക്കും. വിദ്യ കൊണ്ടുള്ള ഗുണഫലത്തേക്ക് ലഭിക്കും. സന്താനങ്ങളെ കൊണ്ട് അഭിമാനിക്കാനുള്ള യോഗങ്ങൾ കാണിക്കുന്നുണ്ട്. മൂത്ത സഹോദര സന്താനങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ഏറെ നേട്ടങ്ങളൊക്കെ ഈ ഒരാഴ്ചക്കാലം പ്രതീക്ഷിക്കാം. സഹോദര സ്ഥാനത്ത് നിൽക്കുന്നവരിൽ നിന്നും നമുക്കേറെ അനുകൂലമായ തീരുമാനങ്ങളൊക്കെ വരുന്നത് മനസ്സിനേറെ സന്തോഷം നൽകും. പൂർവികമായിട്ടുള്ള സ്വത്തിനെ അനുഭവിക്കാനുള്ള യോഗവും ഈ ഒരാഴ്ചക്കാലം ഈ നക്ഷത്രക്കാർക്ക് പറയാവുന്നതാണ്. അവിട്ടത്തരയും ചതയവും പൂരുരുട്ടാതി മുക്കാലും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവെ ഗുണപരമായിരിക്കുന്ന ഒരു സമയമാണ്. ഗൃഹാന്തരീക്ഷത്തിൽ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതിനും കൃഷിയിൽ നിന്ന് ലാഭങ്ങളൊക്കെ കൊയ്യുന്നതിനും മൃഗപരിപാലനത്തിലൂടെ നേട്ടങ്ങളൊക്കെ കൈവരിക്കുന്നതിനുള്ള ഒരു യോഗം ഈ നക്ഷത്രക്കാർക്ക് പറയുന്നുണ്ട്. എങ്കിലും ഇരുചക്ര വാഹനങ്ങളൊക്കെ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കുക. 7ര ശനിയുടെ സമയമായതുകൊണ്ട് തന്നെ ശാരീരിക ക്ലേശ അനുഭവത്തിൽ വന്നേക്കാം. ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസം വന്നു ചേരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മനസ്സിലുള്ള പിടിവാശിയും ദുർചിന്തകളൊക്കെ മാറ്റിവെക്കാനും ഈ നക്ഷത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
പുരുരുട്ടാതിക്കാലും ഉത്രട്ടാതിയും രേവതിയും ഉൾപ്പെടുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ച് ഏറെ ഗുണദോഷ മിശ്രിതമായിരിക്കുന്ന ഒരു ഫലമാണ്. എങ്കിൽ തന്നെയും ഗുണഫലമായിരിക്കും കൂടുതലായിട്ട് അനുഭവത്തിൽ വരിക. സ്വമേധയാ ചെയ്യുന്നതായ കുറേ അബദ്ധങ്ങൾ ജീവിതത്തിൽ പ്രശ്നങ്ങളെ സൃഷ്ടിച്ചേക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമുക്ക് ദോഷം വരുന്നതായ പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അന്യരുടെ കാര്യത്തിൽ അനാവശ്യമായി ഇടപെടുന്ന സ്വഭാവവിശേഷങ്ങൾ മാറ്റുക. കഴിയാവുന്നത് മിതമായി സംസാരിക്കാൻ മാത്രം ഈ ഒരു ആഴ്ചക്കാലം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ പറയുന്ന ആശയങ്ങൾ പലപ്പോഴും തെറ്റിദ്ധാരണകൾക്ക് ഇട നൽകുന്നതും അതുവഴി ജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ വന്നു ചേരുന്നതിനുള്ള യോഗം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ദുഷ്കീർത്തി എന്ന് പറയുന്നൊരു കാര്യവും നമ്മളെപ്പറ്റി മറ്റുള്ളവർ അപവാദം പറഞ്ഞുണ്ടാക്കുന്നതും നമുക്ക് ഏറെ മാനസിക ബുദ്ധിമുട്ട് നൽകും. എന്നിരുന്നാൽ തന്നെയും ജീവിത പങ്കാളിയുമായിട്ട് ഐക്യതയോടുകൂടി കഴിയുന്നതിനും കുടുംബ അന്തരീക്ഷം സമാധാനപൂർണ്ണമാകുന്നതിനും സന്താനങ്ങളിൽ നിന്ന് അഭിമാനങ്ങൾ കൈവരിക്കുന്നതിനൊക്കെയുള്ള യോഗം പറയുന്നുണ്ട്. തൊഴിൽ സ്ഥാനത്ത് നേട്ടവും അംഗീകാരവും ലഭിക്കും. നമ്മൾ ചെയ്യുന്നതായ പ്രവൃത്തികൾക്ക് നമ്മുടെ കഷ്ടപ്പാടിനനുസരിച്ചുള്ളതായ പ്രതിഫലവും നമ്മൾക്ക് പ്രശംസയും നമുക്ക് ലഭിക്കുന്നതും മുന്നോട്ട് നമുക്കേറെ പ്രതീക്ഷകളും ആത്മവിശ്വാസവും നൽകുന്നതായ ഒരു കാര്യമായിരിക്കും. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ദോഷങ്ങളൊക്കെ മാറി കൂടുതൽ ജീവിതവരെ കൈവരിക്കുന്നതിന് വേണ്ടി മഹാദേവനെ ശനിയാഴ്ച ദിവസം അഘോര മന്ത്രപുഷ്പാന നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും. എല്ലാവർക്കും ഈ ഒരാഴ്ചക്കാലം ശുഭഫലത്തെ നേർന്നുകൊണ്ട് എല്ലാവരെയും മൂകാംബിക ദേവി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം.